പറ്റും. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ വെർട്ടിക്കലായിട്ടും അതുപോലെ തന്നെ ഹൊറിസോണ്ടലായിട്ടും നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റും. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. മലയാളം ബ്ലോഗ്സിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് ഒരു ഡ്രോൺ അൺബോക്സിംഗ് വീഡിയോ ആയിട്ടാണ്. DJI Mini 3 Pro. അപ്പം ഇതാണ് നമ്മുടെ ഡ്രോണ്. അതുപോലെ തന്നെ ഡ്രോണിൻ്റെ കൂടെ തന്നെ ഫ്ലൈ മോർ കിറ്റ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഒരു 2 എക്സ്ട്രാ ബാറ്ററികളുണ്ട്. നമുക്ക് ഓൾറെഡി ഡ്രോണിൻ്റെ കൂടെ ഒരു ബാറ്ററി കിട്ടുന്നതാണ്. ഈ കിറ്റിൻ്റെ അകത്ത് എക്സ്ട്രാ നമുക്ക് രണ്ട് ബാറ്ററിയും ഒരു ചാർജിങ് ഹബും കേബിളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്കൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ ഓപ്പൺ ചെയ്യാൻ പോകുന്ന നമ്മുടെ സ്വന്തം DJI Mini 3 Pro. ഇനി മുതൽ മലയാളം ബ്ലോഗ്സിന്റെ എല്ലാ വീഡിയോയിലും ഈ ഒരു സംഭവം ഉണ്ടായിരിക്കും. ഇതാണ് നമ്മുടെ സ്വന്തം DJI Mini 3 Pro. ഈ ഒരു പാക്കറ്റിലാണ് വരുന്നത്. നമുക്കൊന്ന് മാറ്റി വെച്ച് നോക്കാം ഇനി എന്തൊക്കെയുണ്ടാകുന്നുള്ളത്. ഇത് ജസ്റ്റ് ഒരു കവറ്. ഇതാണ് അതിൻ്റെ റിമോട്ട് കൺട്രോളർ വരുന്നത്. അതായത് നമുക്ക് റിമോട്ട് കൺട്രോളർ രണ്ടെണ്ണം വരുന്നുണ്ട്. ഒരെണ്ണം നമുക്ക് നോർമൽ കൺട്രോളറും വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇൻബിൽറ്റ് ആയിട്ട് നമുക്ക് ഡിസ്പ്ലേ ഉള്ളൊരു കൺട്രോളറും വരുന്നുണ്ട്. ഞാൻ മേടിച്ചിരിക്കുന്നത് ഇൻബിൽറ്റ് ആയിട്ട് ഡിസ്പ്ലേ ഉള്ളതാണ് മേടിച്ചിരിക്കുന്നത്. പിന്നെ നമുക്കുള്ളത് ഇതിൻ്റെ അകത്ത് കുറച്ച് ആക്സസറീസ് ആണ്. ഇതിൻ്റെ കുറച്ച് 2 ഫ്രണ്ട്, അതായത് ടോട്ടൽ 4 പ്രൊപ്പല്ലേഴ്സ് ഉണ്ട്. ഫ്രണ്ടിലത്തെ 2 ബാക്കിലത്തെ 2, ടോട്ടൽ 4 ഉണ്ട്. പിന്നെ നമുക്കുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കേബിളുണ്ട്, ചാർജിങ് കേബിള്. നമ്മുടെ C ടൈപ്പാണ് കേബിൾ വരുന്നത്. പിന്നെ ഒരു മാനുവല്, യൂസർ മാനുവല്. അത് ഏതാണ്ട് കുറേ സംഭവങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. നമുക്ക് ആവശ്യമുള്ള സംഭവമൊന്നുമല്ല. പിന്നെ അതുപോലെ തന്നെ ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡ് എന്ന് പറഞ്ഞ അത് ചൈനീസ് ലാംഗ്വേജ്, ഇംഗ്ലീഷൊക്കെ ഉണ്ട്. 2 രീതിയിലുണ്ട്. അത് നമുക്ക് ആവശ്യമില്ല. അപ്പം ഇതാണ് നമ്മുടെ ഡ്രോണ് DJI Mini 3 Pro. നമുക്ക് സെൻസേഴ്സ് കൂടുതലുണ്ട്. അതായത് ബാക്ക്വേർഡ് സെൻസേഴ്സ്, ഫോർവേഡ് സെൻസേഴ്സ്, അതുപോലെ തന്നെ ഡൗൺവേർഡ്, അതായത് 3 സെൻസേഴ്സ് നമുക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആക്റ്റീവ് ട്രാക്ക് ഇതിൻ്റെ അകത്ത് ആക്റ്റീവ് ആക്കി എടുക്കാൻ പറ്റും. അതുകൊണ്ട് നമുക്ക് വിശ്വസിച്ച് പറത്താൻ പറ്റും. എങ്കിൽ ചെന്ന് നമുക്ക് ഇത് ഇടിക്കുമെന്നോ അല്ലെങ്കിൽ ആക്സിഡൻറ്റ് ഉണ്ടാകുമെന്നോ ഒന്നും പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല. അല്ലാതെ നമുക്ക് ഈ സാധനം യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതാണ് ഗിംബൽ വരുന്നത്. ഇവിടെ ഒരു ലോക്കാണ്. ഈ ലോക്ക് ജസ്റ്റ് ഒന്ന് തള്ളിയെടുക്കുക. ഇതാണ് ക്യാമറ. ഈ ക്യാമറ നമുക്ക് വെർട്ടിക്കലായിട്ടും അതുപോലെ തന്നെ ഹൊറിസോണ്ടലായിട്ടും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇതാണ് ഇതിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത്. നമുക്കറിയാം യൂട്യൂബിലെ ഷോർട്സ്, അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിലെ റീൽസ് കാര്യങ്ങളൊക്കെ നമുക്ക് വെർട്ടിക്കൽ വീഡിയോ ആയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. അത് വെർട്ടിക്കൽ വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും ഇത് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ഈ ഒരു വെർട്ടിക്കൽ പൊസിഷനിൽ വെക്കുവാണെങ്കിൽ നമുക്ക് ആ ഒരു റീൽസ് എടുക്കുന്നവർക്കും അല്ല അതുപോലത്തെ വീഡിയോസ് എടുക്കുന്നവർക്കൊക്കെ ഒത്തിരി പറയാനുള്ള കാര്യം തന്നെയാണ്. തന്നെ ഏറ്റവും ലേറ്റസ്റ്റ് പ്രോഡക്റ്റ് ആണ്. ഇതിനുള്ള പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് ഒരു രാജ്യത്തും ഒരു രാജ്യത്തും നല്ല ഓൾമോസ്റ്റ് എല്ലാ കൺട്രീസിലും ലൈസൻസിന്റെ ആവശ്യമില്ല. ഇറ്റ്സ് എ ടോയ് ഡ്രോൺ എന്നാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ക്യാമറ ഉള്ളത് കൊണ്ട് നമുക്ക് ഇതിൻ്റെ അകത്തൊരു ഓപ്പറേറ്റർ ID ക്രിയേറ്റ് ചെയ്യണം. ID ക്രിയേറ്റ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ യൂസ് ചെയ്യാൻ പറ്റില്ല ഞാൻ പറയുന്നില്ല. ബട്ട് എങ്കിലും എന്തെങ്കിലും ലീഗലായിട്ടുള്ള ഇഷ്യൂസോ കാര്യങ്ങളോ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സാധനം ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ അറ്റ്ലീസ്റ്റ് ഓപ്പറേറ്റർ ID ക്രിയേറ്റ് ചെയ്യണം. അത് നമ്മുടെ ഡ്രോണിൽ നമ്മൾ ഒട്ടിക്കുകയും ചെയ്യണം. പിന്നെ നമുക്ക് പുറകിലുള്ള ബാറ്ററിയാണ്. ബാറ്ററി നമുക്ക് ഊരിയെടുക്കാവുന്നതാണ്. ഇതെല്ലാം 250 ഗ്രാം മൊത്തം ഇൻക്ലൂഡിങ് ബാറ്ററി 249 ഗ്രാമേ വരുന്നുള്ളൂ എന്നുള്ളതാണ് ഈ ഡ്രോണിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. പിന്നെ നമുക്കുള്ളത് ഇത് കൺട്രോളറാണ്. കൺട്രോളറിന് നമുക്ക് ഞാൻ എന്താ പറഞ്ഞ പോലെ പുറയിലാണ് ഈ ഒരു സ്ക്രൂ ഇത് വരുന്നത്, കൺട്രോളർ വരുന്നത്. അത് നമ്മൾ അഴിച്ച് നമുക്ക് ജസ്റ്റ് ഇവിടെ നിന്ന് ഇതുപോലെ സ്ക്രൂ ചെയ്താൽ മതി. സ്ക്രൂ ചെയ്ത് നമുക്ക് ഇതുപോലെ ടൈറ്റ് ചെയ്യാൻ ആവശ്യമുണ്ട്. നമുക്ക് തിരിച്ച് ഊരിയെടുത്ത് വെക്കുകയും ചെയ്യാം. അതുപോലെ തന്നെ രണ്ടാമത്തേത് നമ്മൾ ഇവിടുന്ന് ഊരിയെടുത്ത് ജസ്റ്റ് ഇവിടെ സ്ക്രൂ ചെയ്യുക. എന്നിട്ടാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. മേളിലോട്ടും താഴോട്ടും അതുപോലെ ലെഫ്റ്റ് റൈറ്റ് കാര്യങ്ങൾ നമുക്കിവിടെ ഉണ്ട്, ഇതിനകത്ത് മെൻഷൻ ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങൾ ഞാൻ പിന്നീട് വേറെ വീഡിയോ ആയിട്ട് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ചെയ്യാം. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതാണ് നമ്മുടെ സ്വന്തം DJI Mini 3 Pro. ഇതിൻ്റെ ക്യാമറ എന്ന് പറഞ്ഞാൽ 48 മെഗാപിക്സലാണ്. അൾട്രാ ലൈറ്റ് ആൻഡ് ഫോൾഡബിൾ ആണ്. പിന്നെ അതുപോലെ തന്നെ 4K HDR വീഡിയോ നമുക്ക് അവൈലബിൾ ആണ്. വെർട്ടിക്കൽ ഷൂട്ടിങ്, അതുപോലെ തന്നെ 12 കിലോമീറ്റർ ഡിസ്റ്റൻസ് ട്രാൻസ്മിഷൻ ഉണ്ട്. വീഡിയോ ട്രാൻസ്മിഷൻ ഇതുകൊണ്ട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് 3 ഡയറക്ഷൻ സെൻസേഴ്സ്
ആക്റ്റീവ് ട്രാക്ക് അത്രയും കാര്യം നമുക്ക് അലൗഡ് ആണ്. അതുപോലെ തന്നെ മാസ്റ്റർ ഷോട്ട്സ്, അതുപോലെ തന്നെ ഹൈപ്പർലൈസ്, ഇതെല്ലാം നമുക്ക് ഈ ഒരു ഡ്രോൺ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് എന്തൊക്കെയാണുള്ളത് നോക്കാം. ഇതിൻ്റെ അകത്ത് ജസ്റ്റ് കാണിച്ചിട്ടുണ്ട്. ഒരു ബാഗ്, അതുപോലെ 2 ബാറ്ററി, പിന്നെ ചാർജിങ് ഹബ്ബ്, അതായത് 2 ബാറ്ററി, അത് നമുക്ക് 2 അല്ല 3 ബാറ്ററി ഒരുമിച്ച് ചാർജ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഈ ബാറ്ററിയുടെ ഒരു ഇവത്തെ കുത്തുകയാണെങ്കിൽ ഇത് ഫിക്സ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 3 ബാറ്ററി ഒരുമിച്ച് ചാർജ് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ പ്രൊപ്പലേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ ഒരു ചാർജിങ് കേബിളും ഉണ്ട്. അത്രയാണ് ഇതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ആയിട്ടുള്ളത്. ഇനി നമുക്കൊന്ന് പൊട്ടിച്ച് നോക്കാം. ഓക്കെ, ഇതിൻ്റെ അകത്തൊരു ചെറിയ ബാഗാണ് വരുന്നത്. DJIയുടെ തന്നെ ഒരു ബാഗാണ് വരുന്നത്. ഇതിൻ്റെ അകത്ത് വേറെ പ്രത്യേകിച്ച് ഒന്നും തന്നെ ഇല്ല. വേഗനാണ് ഈ ബാഗിനകത്താണ് എല്ലാ സാധനങ്ങളും, അതായത് പ്രൊപ്പലേഴ്സും കാര്യങ്ങളും അല്ല എക്സ്ട്രാ ബാറ്ററീസും കാര്യങ്ങളും എല്ലാം ഇതിൻ്റെ അകത്ത് തന്നെയാണ് വരുന്നത്. അപ്പോൾ നമുക്കിത് മാറ്റി വെക്കാം. ഇതിനകത്ത് വേറെ ഒന്നുമില്ല. ഇത് ഡ്രോണിൻ്റെ കവർ ഞാൻ മാറ്റി വെക്കുകയാണ്. കമ്പനി സാധനം തന്നെയാണ്, അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള സംഭവം തന്നെയാണ്. നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓപ്പൺ ചെയ്യുമ്പോൾ ഇതിൻ്റെ അകത്തുള്ളത് ഇങ്ങനെയാണ് വരുന്നത്. ചാർജിങ് ഹബ്ബ്, ഇതാണ് ചാർജിങ് ഹബ്ബ്. ഞാൻ എടുത്ത് കാണിക്കാം. ഇതാണ് ബാറ്ററി ചാർജിങ് ഹബ്ബ്, അതായത് ബാറ്ററി ചാർജർ. അതായത് നമുക്ക് അതിൻ്റെ അകത്ത് ഓൾറെഡി 2 ബാറ്ററി വെച്ചാണ് വരുന്നത്. കാരണം എക്സ്ട്രാ നമ്മൾ ഇത് മേടിച്ചിരിക്കുന്നതുകൊണ്ട്. രണ്ട് ബാറ്ററി, ഇതാണ് നമ്മൾ എക്സ്ട്രാ മേടിച്ചിരിക്കുന്ന 2 ബാറ്ററി. അതുപോലെ തന്നെ നമുക്ക് ഈ ഡ്രോണിൻ്റെ കൂടെയുള്ള ഈ ഒരു ബാറ്ററി നമുക്കിതിലേക്ക് ആഡ് ചെയ്തിട്ട് നമുക്കിവിടെ ചാർജ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പം 3 ബാറ്ററി നമുക്ക് ഒരുമിച്ച് ചാർജ് ചെയ്യാം. ഓക്കെ, പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇതാണ് മിനി 3 പ്രോ യൂസർ ഗൈഡാണ്. അത് കപ്പാസിറ്റി ഇല്ല, ഇരിക്കട്ടെ. പിന്നെ ഉള്ളത് ഇതിൻ്റെ അകത്തും നമുക്ക് ടോട്ടൽ 8 പ്രൊപ്പലേഴ്സ് വരുന്നുണ്ട്. നമ്മൾ ഡ്രോൺ മേടിച്ച കൂട്ടത്തിൽ തന്നെ ഓൾറെഡി നമുക്ക് 4 എണ്ണം ഉണ്ടായിരുന്നു. കൂടാതെ തന്നെ ഒരു 8 പ്രൊപ്പലേഴ്സ് നമുക്ക് വരുന്നുണ്ട് ഈ ഫ്ലൈമോർ കിറ്റിൻ്റെ അകത്ത്. നമുക്ക് മാറ്റി വെക്കാം. പിന്നെ ഉള്ളത് നമുക്കൊരു ചാർജിങ് കേബിളാണ്. അതായത് ബാറ്ററി 3 എണ്ണം ഒരുമിച്ച് ചാർജ് ചെയ്യാനുള്ള, ചാർജിങ് ഹബ്ബ് വെക്കാനുള്ള ഒരു ചാർജറാണ്. നമുക്ക് ചാർജർ ഇതിലില്ല, കേബിൾ മാത്രമേ ഉള്ളൂ. ചാർജർ നമ്മൾ വേറെ യൂസ് ചെയ്യണം. മോസ്റ്റ്ലി DJI റെക്കമെൻഡ് ചെയ്യുന്നത് 30 വാട്ട്സ് ഒരു ചാർജറാണ് അവർ റെക്കമെൻഡ് ചെയ്യുന്നത്. ബട്ട് ഇല്ലെങ്കിൽ നമ്മുടെ മൊബൈൽ ചാർജറാണെങ്കിലും കാര്യങ്ങളാണ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇനിവേ അത് ഡയറക്റ്റ് നമ്മൾ കുത്തുക, ഇവിടെ കണക്ട് ചെയ്യുക, അത്രേ ഉള്ളൂ. ഇവിടെ നമുക്ക് മെമ്മറി കാർഡ് ഇടാനായിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അതിന് നമ്മൾ സെപ്പറേറ്റ് മെമ്മറി കാർഡ് മേടിക്കുക. ഞാനിവിടെ 2 എണ്ണം മേടിച്ച് വെച്ചിട്ടുണ്ട്. 2 മെമ്മറി കാർഡ് മേടിച്ചിട്ടുണ്ട്. മേടിച്ച് വെക്കുമ്പോൾ എപ്പോഴും സാൻഡിസ്കിൻ്റെ അല്ലെങ്കിൽ ഒരു എക്സ്ട്രീം പ്രോ സാധനം മേടിക്കാൻ നോക്കുക. കാരണം അതായി കഴിയുമ്പോൾ അങ്ങനത്തെ സംഭവങ്ങൾ മാത്രമേ സപ്പോർട്ട് ചെയ്യത്തുള്ളൂ. മേടിക്കുമ്പോൾ തന്നെ എപ്പോഴും ഒരു 128 എങ്കിലും മേടിക്കാൻ ശ്രമിക്കുക. കാരണം നമ്മൾ വീഡിയോസിൻ്റെ എന്ന് പറയുന്നത് ഹൈ റെസൊല്യൂഷനാണ്, 48 മെഗാപിക്സലാണ് ക്യാമറ. അപ്പോൾ അതിനനുസരിച്ച് പെട്ടെന്ന് മെമ്മറി തീരാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒരു 128ൻ്റെ അല്ലെങ്കിൽ 256ൻ്റെ ഒക്കെ മേടിക്കുകയാണെങ്കിൽ അത്രയും നല്ലതായിരിക്കും. അപ്പം ഒരു മെമ്മറി കാർഡ് നമുക്ക് ഇവത്തെ ഡ്രോണിൽ ഇടാനും ഉണ്ട്. അതുപോലെ തന്നെ ഒരു മെമ്മറി കാർഡ് നമുക്ക് നമ്മുടെ കൺട്രോളറിൽ ഇടാനുണ്ട്. ഇവിടെ നമുക്ക് മെമ്മറി കാർഡ് ഇടാനൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇതുകൊണ്ടുള്ളൊരു പ്രത്യേകത, ഈ ഒരു കൺട്രോളിനുള്ള പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മൊബൈൽ ആവശ്യമില്ല. നമ്മൾ സാധാ നോർമൽ കൺട്രോൾ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൽ മൊബൈൽ കണക്ട് ചെയ്യണം. മൊബൈൽ കണക്ട് ചെയ്തിട്ട് വേണം നമുക്ക് ഈ വീഡിയോസ് ഫുള്ള് മൊബൈലിലേക്കായിരിക്കും റെക്കോർഡ് ആവുന്നത്. ഫോണിന് മെമ്മറി കുറവാണെന്നുണ്ടെങ്കിൽ അതൊക്കെ നമുക്കൊരു ബുദ്ധിമുട്ടാവും. വിത്ത് ഡിസ്പ്ലേ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് തന്നെ മെമ്മറി കാർഡ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ഇതിലേക്ക് തന്നെ സേവ് ചെയ്യാൻ പറ്റും. ഇവിടെ ഇത് ചാർജ് ചെയ്യാനുള്ളത് ഈ ഒരു ബാറ്ററി മാത്രമായിട്ട് നമുക്ക് ചാർജ് ചെയ്യുകയാണെങ്കിൽ ഇത് മാത്രമായിട്ട് ഇത് ഡ്രോണായിട്ട് ചാർജ് ചെയ്യാം. അതല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ചാർജിങ് ഹബ്ബ് വെച്ച് ചാർജ് ചെയ്യാം. അപ്പോൾ ഗൈസ്, ഇതാണ് ഇന്നത്തെ വീഡിയോ. DJI Mini 3 Pro അൺബോക്സിങ് വീഡിയോ ആണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ആ ബെൽബട്ടൺ കൂടെ എനേബിൾ ചെയ്യുക. എങ്കിലും ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസുകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനിലേക്കുള്ളൂ. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുമ്പോഴേക്കും ഐ എം സൈനിങ് ഓഫ്. ബൈ. താങ്ക് യു.